GLPS Payanadam School Radio. Hi friends, it's me Krishna Kumar Mash. Welcome to Day 11 Come Let's Talk. Come Let's Talkന്റെ 11ാം ദിനത്തിലേക്ക് ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. Hello friends, I think now you are enjoying English. Am I correct? നിങ്ങൾ ഇംഗ്ലീഷ് നന്നായി ആസ്വദിക്കുന്നുണ്ടല്ലേ? Okay, go ahead. Practice every day. You can master English so well. എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യൂ. നിങ്ങൾക്ക് ഇംഗ്ലീഷിനെ വളരെ എളുപ്പത്തിൽ സ്വായത്തമാക്കാൻ കഴിയും. ഓക്കെ, ഇന്ന് നമ്മൾ ഇംഗ്ലീഷിലെ മറ്റൊരു ഭാഷാ പ്രയോഗ രീതിയിലേക്ക് കടക്കുകയാണ്. കൂട്ടുകാരെ, നമുക്ക് പലപ്പോഴും വലിയ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ടല്ലേ? ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ മനസ്സിലുള്ള ആ ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യുന്നത്? അതിനെന്ത് രീതിയാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുക? നമുക്കൊന്ന് പറഞ്ഞു നോക്കാം അല്ലേ? നിങ്ങൾ വളരെ ഭംഗിയുള്ള ഒരു പൂവ് കണ്ടു. നമ്മൾ മലയാളത്തിൽ എന്ത് പറയും? എന്തൊരു ചന്തമാണല്ലേ? ഇങ്ങനെ നമ്മുടെ മനസ്സിൽ നിന്ന് ആ ഫീലിംഗ് ഒഴുകി വരാറുണ്ട്. ഇതിന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്, ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ് എന്ന് പറയാം. അല്ലെങ്കിൽ വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ, വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ, എത്ര ചന്തമുള്ള പൂവ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. നിങ്ങളുടെ ബർത്ത്ഡേക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ അമ്മാവൻ അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ട ഒരാൾ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തന്നു. അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമായിരിക്കും നിങ്ങൾക്കുണ്ടാക്കുന്നത് അല്ലേ? അപ്പോൾ ആ സന്തോഷം എങ്ങനെ നിങ്ങൾക്ക് പങ്കുവെക്കാൻ കഴിയും അല്ലേ? എന്ത് മാർഗത്തിൽ നമുക്കത് മറ്റുള്ളവരോട് അല്ലെങ്കിൽ തന്നയാളോട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ പറഞ്ഞു നോക്കാം അല്ലേ? വാട്ട് എ പ്ലസന്റ് സർപ്രൈസിങ് ഗിഫ്റ്റ്, വാട്ട് എ പ്ലസന്റ് സർപ്രൈസിങ് ഗിഫ്റ്റ്. ഞാൻ ഒരിക്കലും അത് പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ഗിഫ്റ്റാണ്. അത് അത്രമേൽ വളരെ വിലപ്പെട്ടതും സന്തോഷദായകവുമാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് പറയാം, ഐ റിയലി ത്രിൽഡ്, ഐ റിയലി ത്രിൽഡ്. വാട്ട് എ പ്ലസന്റ് സർപ്രൈസിങ് ഗിഫ്റ്റ്, ഐ റിയലി ത്രിൽഡ്. ഇതിൽ ആദ്യ ഭാഗം മാത്രം പറഞ്ഞാലും മതി കേട്ടോ. വാട്ട് എ സർപ്രൈസിങ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാലും മതി. ഐ ആം റിയലി ത്രിൽഡ് എന്നുള്ളത് അതിനോട് കൂട്ടിച്ചേർത്ത് പറയുന്ന ഒരു ഭാഗം മാത്രമാണെന്നേ ഉള്ളൂ. നമ്മൾ സ്കൂളിലേക്ക് വരുന്ന വഴി ഒരു ആക്സിഡൻറ്റ് കാണുന്നു. വളരെ ഹൊറിബിളായിട്ടുള്ളൊരു സീനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? ഹൗ ഹൊറിബിൾ ഇറ്റ് ഈസ്, ഹൗ ഹൊറിബിൾ ഇറ്റ് ഈസ്. വാട്ട് എ ഹൊറിബിൾ ആക്സിഡൻറ്റ്, വാട്ട് എ ഹൊറിബിൾ ആക്സിഡൻറ്റ്. ഇത് നമ്മുടെ ഒരു ഭയത്തെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു രീതിയാണ് അല്ലേ? ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു ത്രില്ലിനെ അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്ങിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ക്രിക്കറ്റ് കളിയിലൊക്കെ കമൻട്രി കേൾക്കുമ്പോൾ, ടി വിയിലൊക്കെ കാണുമ്പോൾ പറയാറുണ്ട്, വളരെ മനോഹരമായൊരു ഷോട്ട് കളിച്ചു. അപ്പോൾ അതിനെങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യാറുള്ളത്? വാട്ട് എ ഗ്ലോറിയസ് ഷോട്ട്, വാട്ട് എ ഗ്ലോറിയസ് ഷോട്ട് എന്ന് പറയാം. വാട്ട് എ ഗ്ലോറിയസ് ഫീലിംഗ്. അങ്ങനെ നമ്മുടെ മനസ്സിലുള്ള ഫീലിങ്ങുകളെ നമുക്ക് ഇംഗ്ലീഷിൽ ഇങ്ങനെ പല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ടേക്ക് പ്രാക്ടീസ് ആൻഡ് എൻജോയ് ഇംഗ്ലീഷ് ആൻഡ് മാസ്റ്റർ ഇംഗ്ലീഷ്. ഗോ അഹെഡ്. ഓക്കെ, ആർ യു റെഡി? ഏവർക്കും ഇംഗ്ലീഷ് ഭാഷ ആസ്വദിക്കാൻ കഴിയട്ടെ എന്ന ആശംസയോടെ കം ലെറ്റ്സ് ടോക്കിൻ്റെ 11ാം ദിനം പൂർണ്ണമാകുന്നു.